നമസ്കാരം. ഞാനിപ്പോൾ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം കൂടി ഞാൻ അരയ്ക്കും. അപ്പോൾ പിന്നെ യോജിച്ച് കിട്ടും നല്ല സോഫ്റ്റ് നെയ്യപ്പം. 2 ചെറിയ കപ്പിന് 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ ഒരു 2 hours കുതിർത്തിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോരോ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. 2 hours കുതിർത്ത് നമ്മൾ നന്നായി കഴുകി അരിയെടുത്തു. ഓക്കെ. നമുക്ക് അപ്പത്തിന് വേണ്ടത് ശർക്കര, അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട്, തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 2 പഴം, ചെറുപഴം, ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല. എള്ള് കറുപ്പുള്ളുണ്ടെങ്കിൽ എടുത്തോളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ വെള്ള എള്ളേ ഉള്ളൂ. കുറച്ച് ജീരകം, കുറച്ച് നമ്മൾ സോഡ ഒന്ന് പൊന്തി കിട്ടാനായിട്ട്, ഏലക്കായ, പിന്നെ ഉപ്പ് കുറച്ച് ഒരു പിഞ്ച്. ഓക്കെ. ആദ്യം നമ്മൾ അരിയും ശർക്കരയും പഴവും കൂടിയിട്ട് അരച്ചെടുക്കും. പിന്നെ ഈ ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് പൊടിച്ചെടുക്കും. പിന്നെ തേങ്ങ നെയ്യിൽ വറുത്തെടുക്കാനാണ്. അതിൻ്റെ കൂടെ അരയ്ക്കുന്നതിൻ്റെ കൂടെ ജീരകം അരയ്ക്കും. എള്ള് നമ്മൾ ആഡ് ചെയ്യണം പിന്നെ. ഓക്കെ. എല്ലാം കൂടി അരച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏതൊക്കെ അരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൂടി അരച്ച് കാണിച്ചു തരാം. ഇട്ട് അരച്ചു കൊണ്ടുവന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള സോഡ, കാരം, പിന്നെ എള്ള് ഇതൊക്കെ ഒന്നിടാം. തേങ്ങ വറുത്തിടാം. ഓക്കെ. അപ്പോൾ സോഡക്കാരം ഇട്ടു. കുറച്ച് ഉപ്പ് ഇട്ടു. നന്നായി ഇളക്കാം. എള്ള് ഇട്ടു. തേങ്ങ നമുക്ക് വറുത്തിടാം. നെയ്യിൽ നല്ലോണം തേങ്ങ വറുത്തിട്ട് മാവിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ. നല്ലോണം ആവട്ടെ. നല്ല മൊരിഞ്ഞ് കിട്ടണം. ഓക്കെ. തേങ്ങയും വറുത്തിട്ടു. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചെടുക്കാം. എല്ലാത്തിലും ഓരോന്നായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. പൊന്തി വന്നു കണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റ് നെയ്യപ്പം അസലായി കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി അരച്ചപ്പോഴേ ഞാൻ ഏലക്കായി അതിൽ തന്നെ അരച്ചു, വേറെ പൊടിക്കാൻ നിന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ജീരകത്തിൻ്റെയും പിന്നെ എള്ളിൻ്റെയും എല്ലാം കൂടിയിട്ട്, പഴത്തിൻ്റെയും ഒക്കെ കൂടിയിട്ട്. എല്ലാവരും ഉണ്ടാക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു. ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.